രാത്രി വെറുതെ കട്ടിലിൽ കിടന്ന് ഫോൺ നോക്കുമ്പോൾ നമ്മളിൽ പലരുടെയും മനസ്സിൽ വരാറുള്ള ഒരു സംശയമുണ്ട്. ഈ ബഹിരാകാശത്തൊക്കെ ആരെങ്കിലും നമ്മളെ കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ഭയാനകവും എന്നാൽ ഞെട്ടിക്കുന്നതുമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വില്ലനായ ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ എന്തോ വലിയ സയന്റിഫിക് സംഭവമാണെന്ന് തോന്നും. സംഗതി കുറച്ച് സീരിയസ് ആണെങ്കിലും സംഭവം ത്രില്ലിംഗ് ആണ്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. ഈ ബഹിരാകാശത്തുള്ളവർ ആരും ബ്ലാക്ക് ഹോളിൽ പോയി വീണ് ആത്മഹത്യ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഒരു അൾട്ടിമേറ്റ് വാക്വം ക്ലീനറാണ്. അതായത് വഴിയിലൂടെ പോകുന്ന വെളിച്ചത്തെപ്പോലും പിടിച്ചു വിഴുങ്ങുന്ന ഒരു സാധനം. സൂര്യനേക്കാളൊക്കെ വലിയ നക്ഷത്രങ്ങൾ അവരുടെ ആയുസ് തീർന്ന് മരിച്ചു കിടക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ ഒരു ചെറിയ ഒതുക്കത്തിൽ പെട്ടിയിലാക്കി വെക്കില്ലേ? അതുപോലൊരു വലിയ നക്ഷത്രം അതിന്റെ ആയുസ് കഴിയുമ്പോൾ അതിന്റെ ബോഡി മൊത്തം ചുരുങ്ങി ഒരു സൂചിമുനയുടെ വലിപ്പത്തിലേക്ക് മാറും. ആ സൂചിമുനയ്ക്കുള്ളിൽ അത്രയധികം ഭാരവും ഗുരുത്വാകർഷണവും ഉണ്ടാകും. ഇനി ഇതിന്റെ പവർ എത്രയാണെന്ന് വെച്ചാൽ, പ്രപഞ്ചത്തിലെ ഏറ്റവും സ്പീഡുള്ള സാധനം നമ്മുടെ വെളിച്ചമാണെന്ന് സയൻസ് മാഷ് പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമിയെ 7 പ്രാവശ്യം ചുറ്റിവരാൻ വെളിച്ചത്തിന് കഴിയും. എന്നാൽ ഈ ബ്ലാക്ക് ഹോളിന്റെ അടുത്തുകൂടി വെളിച്ചമൊന്ന് പാസ് ചെയ്തു പോയാൽ മതി, ഉടൻ തന്നെ അതിനെ പിടിച്ചകത്തിടും. പിന്നെ വെളിച്ചത്തിന് പോലും തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെ വെളിച്ചത്തിന് പോലും രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് എന്ന് പേരിട്ടത്. അധികം ആവേശം മൂത്ത് ഇതിന്റെ അടുത്തേക്ക് ആർക്കും പോവാൻ കഴിയില്ല. കാരണം ഇതിനൊരു ബോർഡറുണ്ട്. സയന്റിസ്റ്റുകൾ ആ ബോർഡറിന് പേരിട്ടിരിക്കുന്നത് ഇവന്റ് ഹൊറൈസൺ എന്നാണ്. നമ്മൾ നാട്ടിൽ പറയില്ലേ, ഇനി അങ്ങോട്ട് പോയാൽ നിന്റെ ചോര കുടിക്കാൻ വേറെ ആളുണ്ട് എന്ന്. അതുപോലെയാണ് ഈ സാധനം. ഇതിന്റെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നോ റിട്ടേൺ സോൺ ആണ്. അറിയാതെ പോലും നിങ്ങൾ ഇതിന്റെ അകത്തേക്ക് കാലെടുത്തു വെച്ചാൽ പിന്നെ പ്രപഞ്ചത്തിലെ ഒരു സൂപ്പർ പവർസിനും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. നേരെ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഇനി നമുക്ക് ഇതിന്റെ പിന്നിലെ രഹസ്യങ്ങളിലേക്ക് വരാം. നമ്മൾ അറിയാതെ ഈ ബ്ലാക്ക് ഹോളിലേക്ക് വീണുപോയാൽ എന്തായിരിക്കും അവസ്ഥ? ശാസ്ത്രജ്ഞന്മാർ അതിനൊരു കിടിലൻ പേര് നൽകിയിട്ടുണ്ട്: സ്പഗറ്റിഫിക്കേഷൻ. അതായത്, നിങ്ങൾ ഈ ബ്ലാക്ക് ഹോളിലേക്ക് തലകുത്തി വീഴുകയാണെങ്കിൽ നിങ്ങളുടെ കാൽപാദത്തിലുള്ള ഗുരുത്വാകർഷണം നിങ്ങളുടെ തലയേക്കാൾ 10 മടങ്ങ് ശക്തിയായി വലിഞ്ഞു മുറുക്കും. ഇതിന്റെ ഫലമായി നമ്മൾ കഴിക്കുന്ന നീളമുള്ള നൂൽ പോലെയുള്ള നൂഡിൽസ് അല്ലെങ്കിൽ പാസ്ത പോലെ നിങ്ങളുടെ ശരീരം അങ്ങ് നീണ്ടുപോകും. ഒറ്റയടിക്ക് നിങ്ങളൊരു ജീവനുള്ള ന്യൂഡിൽസായി മാറും. ചിന്തിച്ചു നോക്കിക്കേ, ഇതിലും വലിയൊരു സൽക്കാരം വേറെയുണ്ടോ? അതുപോലെ ഇതിലൊരു കിടിലൻ ട്വിസ്റ്റുണ്ട്: ടൈം ട്രാവൽ. ബ്ലാക്ക് ഹോളിന്റെ അടുത്തേക്ക് പോയാൽ സമയം പതുക്കെയാകും. അതായത്, അവിടെ നിന്ന് നിങ്ങൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു ഭൂമിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഭൂമിയിൽ ചിലപ്പോൾ 100-200 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ കാമുകിയോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്നും നിങ്ങളെ മനസ്സിലാകില്ല. നിങ്ങൾ അപ്പോഴേക്കും ചരിത്ര പുസ്തകത്തിലെ ഒരു ഫോട്ടോയായി മാറിയിട്ടുണ്ടാകും. പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ വെറും നക്ഷത്രങ്ങൾ എണ്ണാനിരിക്കുന്ന സ്ഥലമല്ല, മൊത്തത്തിലൊരു സർക്കസ് കമ്പനിയാണ്. ഇതുപോലെയുള്ള വിചിത്രമായതും ഞെട്ടിക്കുന്നതുമായ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ സാംടോക്സ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ ഏതെങ്കിലും വിചിത്രമായ കണ്ടന്റുമായി വരാം. അതുവരേക്കും താങ്ക് യു ഗൈസ്.